സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻറ്റ് സാറ്റ എന്ന കോഴ്സിൻ്റെ 6ാമത്തെ വോള്യത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയുടെ കോമ്പണൻറ്റുകൾ, സ്പീച്ചിൻ്റെ കോമ്പണൻറ്റുകളും ലാംഗ്വേജിൻ്റെ കോമ്പണൻറ്റുകളും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾവിയെക്കുറിച്ചാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കേൾവി സംസാര ഭാഷ വളർച്ചയ്ക്ക്, സംസാരിക്കാൻ തുടങ്ങുന്നതിനും ഭാഷ പഠിക്കുന്നതിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സെൻസാണ് കേൾവി എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും കേൾവിയെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കേൾവി എന്ന സെൻസേഷന് പ്രധാനമായിട്ടുള്ളതാണ് ശബ്ദം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് പ്രധാനമായും ഓഡിയോളജി എന്നുള്ള ബ്രോഡ് ആസ്പെക്റ്റിലുള്ള സയൻസിനെ കുറിച്ചും ശബ്ദത്തിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കോമ്പണൻറ്റുകളെ കുറിച്ചുമാണ്. സോ നമ്മുടെ ആദ്യത്തെ പോയിൻ്റായ ഓഡിയോളജി, വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഓഡിയോളജി എന്നത് ഹിയറിംഗ് സയൻസ് എന്ന് തന്നെയാണ്. ഇത് 2 വാക്കുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓഡിയോ എന്ന ലാറ്റിൻ പദവും ഓളജി എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഓഡിയോളജി എന്ന ഒരു ശാസ്ത്രശാഖ പേരിൽ ഉത്ഭവിച്ചത്. ഓഡിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഹിയർ, കേൾവിയുമായി സംബന്ധിച്ചത് എന്നും, ലോജി എന്ന വാക്കിൻ്റെ അർത്ഥം സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റഡി എന്നുമാണ് അർത്ഥമാക്കുന്നത്. സോ ഒന്നുകൂടി വികസിപ്പിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഓഡിയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് ഹിയറിംഗ്, ബാലൻസ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. കേൾവിയെക്കുറിച്ചും ബാലൻസ് തകരാറുകളെക്കുറിച്ചും അതിൻ്റെ അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റുകളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓഡിയോളജി. സോ ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓഡിയോളജിസ്റ്റ് പ്രൊവൈഡ് മാനേജ്മെൻറ്റ് ഫോർ ദോസ് വിത്ത് ഹിയറിംഗ് ലോസ് ആൻഡ് പ്രൊആക്റ്റീവ്ലി പ്രിവെൻറ്റ് റിലേറ്റഡ് ഡാമേജ്. ഓഡിയോളജിസ്റ്റ് എന്നാൽ കേൾവിക്കുറവും ബാലൻസ് പ്രശ്നങ്ങളുള്ള ആളുകളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ശാസ്ത്രീയമായ അസസ്മെൻറ്റുകളിലൂടെ മനസ്സിലാക്കുകയും പ്രൊആക്റ്റീവ്ലി പ്രിവെൻറ്റ് റിലേറ്റഡ് ഡാമേജ്, അതായത് ഈ അസുഖത്തിൻ്റെ വരുംവരായികകൾ വരുന്നതിന് മുമ്പ്, ഈ അസുഖത്തിൻ്റെ ഡാമേജ് കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് പ്രൊആക്റ്റീവ്ലി പ്രിവെൻറ്റ് റിലേറ്റഡ് ഡാമേജ്, അസുഖം വരുന്നത് മാക്സിമം തടയുകയും ചെയ്യുന്ന പ്രൊഫഷണൽസെയാണ് നമ്മൾ ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. കേൾവിയും ബാലൻസും ചെവിയുടെ തന്നെ പ്രവർത്തനമാണ് എന്ന് അറിയാമല്ലോ. സോ കേൾവി സംബന്ധമായ അസസ്മെൻറ്റുകളും ബാലൻസ് സംബന്ധമായ അസസ്മെൻറ്റുകളും ഓഡിയോളജിസ്റ്റിൻ്റെ ജോബ് ബൗണ്ടറിയിൽ വരുന്നതാണ്. ഇതിൻ്റെ കൂടാതെ ഒരു കേൾവിക്കുറവ് കൊണ്ടുണ്ടാവുന്ന അനന്തരഫലങ്ങൾ, അത് കുട്ടികളിലാണെങ്കിൽ സംസാര ഭാഷാ പ്രശ്നങ്ങളാവാം, മുതിർന്നവരിലാണെങ്കിൽ സംസാരം കേട്ട് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടുന്ന അവസ്ഥയാവാം, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളാവാം, മറ്റ് പലതുമാവാം. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോവാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓഡിയോളജിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ പ്രൊഫഷണലായിട്ടുള്ള ധർമ്മം. ആ ഡ്യൂട്ടിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സാറ്റ, സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻറ്റ് എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ റോൾ. ഓക്കെ, സോ ഓഡിയോളജി ഡീൽസ് വിത്ത് ഹിയറിംഗ് ഇവാലുവേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. കേൾവിക്കുറവിൻ്റെ നോൺ മെഡിസിൻ ഇൻ്റർവെൻഷൻസ് ആണ് പ്രധാനമായും ഓഡിയോളജിയിലൂടെ നിർവഹിക്കുന്നത്. ഇതിൽ ഹിയറിങ്ങിനെ കുറിച്ചും അതിൻ്റെ നോർമൽ ആസ്പെക്റ്റും അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആസ്പെക്റ്റും ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ചാപ്റ്ററിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശബ്ദത്തെക്കുറിച്ചും കേൾവിയെക്കുറിച്ചുമാണ്. നമ്മുടെ സബ്ജക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഓഡിയോളജി എന്ന സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് സൗണ്ട്? എന്താണ് ശബ്ദം? സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. നമുക്കറിയാം അല്ലേ, ശബ്ദം ഒരു ഫോം ഓഫ് എനർജിയാണ്. സൗണ്ട് ഈസ് എ typically audible acoustical wave of alternating and successive high pressure and low pressure that travels from one place to another through a medium of solid, liquid or gas. ശബ്ദം എന്നത് ഒരു അക്വസ്റ്റിക്കൽ വേവ് ആണ്.
അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആൻഡ് സക്സസീവ് ആയിട്ടുള്ള ഹൈ പ്രഷറും ലോ പ്രഷറും, പ്രഷർ കൂടിയ ഏരിയ, പ്രഷർ കുറഞ്ഞ ഏരിയ, പ്രഷർ കൂടിയ ഏരിയ, പ്രഷർ കുറഞ്ഞ ഏരിയ എന്നീ രീതിയിൽ പോകുന്ന ഒരു മീഡിയത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഫോം ഓഫ് എനർജിയാണ് ശബ്ദം എന്ന് പറയുന്നത്. സൗണ്ട് ഒരു പ്രഷർ വേവാണ് അല്ലേ? അതായത് സക്സസീവ് ആയിട്ടുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള കംപ്രഷൻസും റാരിഫാക്ഷൻസും. കംപ്രഷൻ എന്നാൽ ഹൈ പ്രഷർ ഏരിയ, റാരിഫാക്ഷൻ എന്നാൽ ലോ പ്രഷർ ഏരിയ. പ്രഷർ കുറഞ്ഞ ഏരിയ റാരിഫാക്ഷൻസും, പ്രഷർ കൂടിയ ഏരിയ കംപ്രഷൻസും എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലാണ് ശബ്ദം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ശബ്ദം ഉണ്ടാവുന്നതിന് ഒരു വൈബ്രേറ്റിംഗ് ബോഡി, അതിനെ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുന്നു, അത് നിർബന്ധമായിട്ടും വേണം. എ സോഴ്സ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. ആൻഡ് ദിസ് സൗണ്ട് സോഴ്സ് ഈസ് ക്രിയേറ്റിംഗ് വൈബ്രേഷൻസ് ഇൻ ദ സറൗണ്ടിങ് മീഡിയം. സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ ട്രാൻസ്വേഴ്സ് വേവ് ആണോ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഓക്കെ. Hi guys, today I just want to show you a demonstration of transverse and longitudinal waves using a slinky. Now, transverse waves, the direction of energy is going to be going forwards, and that's the same with longitudinal waves as well. The energy is going to go this way. But with a transverse wave, the medium, so in our case the slinky, which is what the wave is going to travel through, is going to be moving perpendicular to the direction of energy transfer. So let me give this a go. So you can see the pulses or the waves are moving from the left to the right. So the energy is moving from the left to the right, but the actual slinky itself is moving perpendicular to the direction. Now another kind of wave is a longitudinal wave. Now with a longitudinal wave, the medium, again which is the slinky, moves in the same direction as the energy transfer. So the energy is moving in this direction, our wave is going to be, or the medium, the slinky, is also going to be moving in this direction. So this is a longitudinal wave, like sound is also a longitudinal wave. So in this case you can see that there's a part where the wave gets compressed and a part where the wave gets rarefied, and that these pulses move along in the same direction that the energy is flowing. So that's a longitudinal wave, like that. That's a transverse wave. Okay, bye for now. Okay, as we see in the previous video, if a particle is moving parallel to the flow of energy, it is called as longitudinal wave. If a particle is moving perpendicular to the flow of energy, it is called as transverse wave. Let's consider a real life experience. First, let's consider caterpillars. You might be seeing the movement of caterpillars like a compressions and rarefactions. Compressions and rarefactions, they are just compressing their body and stretching the stretching for a forward movement, again compressing, again stretching. So we can consider that as an example of longitudinal wave. The example of transverse wave is very common, right? വളരെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന കുളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ വേവ്. ഓക്കെ, ദീസ് വേവ്സ് ആർ example of transverse wave. It will move up and down. A particle is moving from up to down. There is no change in the position of the particle, but still it is moving perpendicular to the energy flow. Whereas in longitudinal wave, it is parallel to the energy flow. Particular movement is parallel to the energy flow. Next is a question. Spaceil ഒരു വലിയ എക്സ്പ്ലോഷൻ നടക്കുന്നു. Can you hear it? Can you hear from earth? നമ്മൾ കേൾക്കില്ല അല്ലേ?
because a medium is necessary for the propagation of sound. That means a sound cannot travel through vacuum. നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. വൈ? ബിക്കോസ് സൗണ്ട് ഇസ് എ പ്രഷർ വേവ്. അവിടെ പ്രഷർ ക്രിയേറ്റ് ആവണമെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് എന്ത് വേണം? എയർ എങ്കിലും വേണം. ഓക്കെ. സോ ഇൻ കൺക്ലൂഷൻ, എ സൗണ്ട് വേവ് ഈസ് propagating as a pressure wave which carries sequence of compressions and rarefactions. Okay. So the inward and outward movement of the source is the main cause for sound vibration or sound generation. Now please just imagine a very fraction of a second that a particle moved outward and come to a neutral position and move inward. Just freeze it there. Okay. What happens if a sound source moves outward? It will push the air molecules to outward. That means it will induce some pressure over the air molecules. That is the reason to form this compression. When this source comes to the neutral position, the pressure the normal level, and when the source goes to backward movement the pressure will decrease to the minimum. That is the main reason for rarefaction. Okay. So this successive movements of inward and outward and inward movement of the source will induce a successive compressions and rarefactions. Now we agree that a medium is very necessary for the propagation of sound. അടുത്തത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ശബ്ദത്തിന് എല്ലാ മീഡിയത്തിലും ഒരേ വേഗതയാണോ ഉള്ളത്? അല്ല. ശബ്ദത്തിന് ഓരോ മീഡിയം വ്യത്യാസം വരുംതോറും ശബ്ദത്തിന് അതിൻ്റെ വേഗത, സ്പീഡ് ഓർ വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഈ സ്ലൈഡിൽ കാണിച്ചതുപോലെ ഒരു റീൽ പാളത്തിൽ നമ്മൾ ചെവി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരെ നിന്നും ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? വായുവിലുള്ള ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്റ്റീൽ റെയിൽവേ പാളത്തിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് വായുവിലുള്ള ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ സ്റ്റീലിൽ അല്ലെങ്കിൽ റെയിൽ പാളത്തിലൂടെയുള്ള സ്റ്റീലിൽ ശബ്ദത്തിന് വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഇതൊരിക്കലും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റായിട്ടോ ഒരു അസൈൻമെൻ്റായിട്ടോ പറഞ്ഞതല്ല. ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ ഒരു മീഡിയത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്തോറും ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക്, വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് എന്ന തത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ എക്സാമ്പിളാണ്. വായുവിലൂടെ ശബ്ദത്തിൻ്റെ ഏകദേശ വേഗത 346 മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ. അത് പല ടെമ്പറേച്ചർ വേരിയേഷനിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് വരുന്നുണ്ട്. വെള്ളത്തിലൂടെ ശബ്ദത്തിൻ്റെ വേഗത 1482 മീറ്റർ പെർ സെക്കൻഡാണ്. കാരണം വായുവിനേക്കാൾ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയതാണ് വെള്ളം. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെ ശബ്ദത്തിൻ്റെ വേഗത വീണ്ടും വർദ്ധിച്ചു. വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ് ലെഡിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ് ഗ്ലാസ്. ലെഡിൽ ശബ്ദത്തിൻ്റെ വേഗത 1960 മീറ്റർ പെർ സെക്കൻഡോളം വരും. ഗ്ലാസ്സിൽ അതിൻ്റെ വേഗത 5640 മീറ്റർ പെർ സെക്കൻഡാണ്. അതേസമയം വളരെ കാഠിന്യം കൂടിയ, ഡെൻസിറ്റി കൂടിയ സ്റ്റീലിൽ ശബ്ദത്തിന് 5960 മീറ്റർ പെർ സെക്കൻഡോളം വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിൽ സ്റ്റീലിലാണ് ശബ്ദത്തിന്
ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അടുത്തത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെൻ്റാണ്. ഒരു ടേബിളിൻ്റെ ഒരറ്റത്ത് ചെവി കൊണ്ട് അമർത്തി വയ്ക്കുക. മറ്ററ്റത്ത് ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് കേൾക്കുന്നതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ you have to listen. Are you hearing the sound very clearly, and how it is differ from the normal air conduction? നമ്മളൊരു വുഡൻ ടേബിളിൽ ചെവി അമർത്തി വെച്ചിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആ വുഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയിലായിരിക്കും. ഓക്കെ, സോ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യേണ്ട ഒരു അസൈൻമെൻ്റാണത്. വാട്ട് ആർ ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ഓഫ് സൗണ്ട്? ഒരു ശബ്ദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ശബ്ദത്തിൻ്റെ പാരാമീറ്റേഴ്സ്, എന്തൊക്കെയാണ് ശബ്ദത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, വി ഹാവ് ടു നോ വാട്ട് ആർ ദ പോസിബിൾ analysis of sound. The first one is physical analysis with using a equipment, or the other one is psychological analysis, that is without any instrument, we are just listening. Okay, first one is with a program or with a hardware application or a hardware equipment. We are measuring, okay, this sound is having this much intensity, this much sound loud it is, this is the frequency of the sound, this is the characteristics of sound. Okay, technically speaking, all the information about that sound is getting with the help of a equipment, with the help of a software or a program or a analyzer. Okay, but whereas in the psychological aspect, the psychological analysis of sound, even a non-musician can differentiate which instrument is played at a time. Okay, അതായത് ഒരു തബലേൻ്റെ ശബ്ദമാണോ ഒരു വീണേൻ്റെ ശബ്ദമാണോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഹൗ വി മേക്ക് ദ ഡിഫറൻസ്? ബിക്കോസ് വി നോ ദിസ് ഇസ് ദ സൗണ്ട് ഓഫ് തബല, ഇറ്റ് ഈസ് നോട്ട് ദ സൗണ്ട് ഓഫ് വീണ, ഓർ ഇറ്റ് ഈസ് ദ സൗണ്ട് ഓഫ് വയലിൻ. വി ആർ അനലൈസിങ് ദ സൗണ്ട് വിത്ത് അവർ psychological perception, with our listening or with our hearing. Okay, so we are analyzing the sound psychologically, that means with our senses. Okay, whereas in the physical, we are using instruments or softwares or any kind of analyzers to analyze the sound. Okay, sound level meter, SLM, is a equipment widely used for the analysis of sounds. Okay, next we are going to discuss about the characteristics of sound. Okay, first one is amplitude. Amplitude is the maximum displacement of the particle of the medium from the base, which is the maximum displacement of the particle that it achieved. Okay, it determines the energy or the loudness. As the amplitude increases, that means obviously the loudness or the energy of the vibration might have increased, and amplitude determines how loud the sound is. As the amplitude increases, the loudness also increases. Okay, താഴെയുള്ള ചിത്രത്തിൽ നമുക്ക് കാണാം രണ്ട് വേവുകൾ. ഓക്കെ, മുകളിലുള്ള വേവ് ഈസ് കമ്പാരിറ്റീവ്ലി ബിഗർ ആംപ്ലിറ്റ്യൂഡ്, താഴെയുള്ളത് കമ്പാരിറ്റീവ്ലി ലോവർ ആംപ്ലിറ്റ്യൂഡ്. സോ what I'm trying to say is, ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് കൂടും, ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് കുറയും. The next important characteristics of sound is time period. It is the time required for a complete cycle of the wave. ഒരു വേവിൻ്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു കംപ്രഷനും ഒരു റാരിഫാക്ഷനും, ഒരു ട്രഫും ഒരു ക്രസ്റ്റും ഒരുമിച്ച് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ രണ്ടും കൂടെ വരുന്നതിന് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ സൗണ്ടിൻ്റെ
ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ പറയുമ്പം ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ടു ഗെറ്റ് എ കംപ്രഷൻ ആൻഡ് റാരിഫാക്ഷൻ. ഒരു കംപ്രഷനും ഒരു റാരിഫാക്ഷനും വരാൻ ആവശ്യമായ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബൈ ഫോർമുല ടൈം പീരീഡ് ഈസ് ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു 10 സെക്കൻഡിൽ 100 ഓസിലേഷൻസ് ആണ് വന്നതെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? അതായത് 10 ഡിവൈഡഡ് ബൈ 100, അതായത് 0.1. In that terms, time period is 0.1. ഓക്കെ, അടുത്ത പാരാമീറ്ററാണ് വേവ് ലെങ്ത്. രണ്ട് ക്രസ്റ്റുകളോ രണ്ട് ട്രഫുകളോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്തുകൊണ്ട് പറയുന്നത്. വേവ് ലെങ്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഓർ ട്രഫ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്യാരക്ടറാണ് വിച്ച് ഈസ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ എ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ആ സോഴ്സ് എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്തു എന്നതാണ് ഫ്രീക്വൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫ്രീക്വൻസി ഈസ് എ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ എ യൂണിറ്റ് ടൈം. Frequency of a wave is the number of vibrations executed by the particle of the medium in 1 second. Okay, the unit is hertz. കേട്ടുകാണല്ലോ അല്ലേ, ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഹെൻറിച്ച് ഹേർട്സിൻ്റെ ആദരസൂചകമായിട്ടാണ് നമ്മൾ ഫ്രീക്വൻസിയെ യൂണിറ്റ് ആയിട്ട് ഹേർട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 1 hertz means a particle has moved 1 to and fro motion in a second. 100 hertz means a vibrating source has moved 100 times in 1 second. Okay, സ്ലൈഡിലുള്ള ഗ്രാഫ് നോക്കാം. ആൻഡ് 1 second, the first above one 3 അല്ലേ, 1 wave, 2 wave, 3 wave, that means 3 hertz. രണ്ടാമത്തത് 1 wave, 2, 3, 4, 5, 6. That means in a second it has moved 6 vibrations. That means 6 hertz. The lower is shown as 12 hertz. That means in a second 12 to and fro motion of a particle. That means 12 times it has moved from the mean position. Okay. The next important parameter of sound wave is intensity. The intensity of sound is the strength of a particle vibrate or rate of sound energy transmitted through a medium. It is the power carried by sound wave per unit area. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബ്ദം ഒരു പ്രഷർ വേവാണ്. ബട്ട് പ്രഷറും പവറും തമ്മിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പവർ ഈസ് പ്രഷർ സ്ക്വയേർഡ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ആസ് ദ പവർ ഇൻക്രീസസ് ഇൻറ്റൻസിറ്റി വിൽ ഓൾസോ ഇൻക്രീസ്. ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന SI യൂണിറ്റ് വാട്ട് പെർ സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ബട്ട് ഫോർ ദ മെഷർമെൻറ്റ് ഓർ ഈസി യൂസേജ് കൺവീനിയൻസ് നമ്മൾ ഹിയറിംഗ് ലെവൽസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഡെസിബെൽ എന്ന യൂണിറ്റാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിനോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിന് ഡെസിബെൽ എന്ന നൽകിയത്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, SI യൂണിറ്റ് ആയ ന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ടായിക്കൊണ്ട് എന്തിനാണ് നമ്മൾ ഡെസിബൽ പോലൊരു സ്കെയിൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗണ്ട് ലെവൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ മുകളിലുള്ള ചാർട്ടൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, the source threshold of hearing, TOH, threshold of hearing. For the threshold of hearing, threshold is the lowest intensity level that a ear can perceive. Okay,
ഒരു ലോവസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് 1 × 10⁻⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഒരു 0 എഴുതി ഡോട്ട് ഇട്ട ശേഷം 12 സീറോസ് എഴുതിയതിന് ശേഷം 1 ഇടുന്ന പവറുള്ള വാല്യൂ ആണ് നമ്മളുടെ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളുടെ ത്രെഷോൾഡ് ഓഫ് പെയിൻ, ദാറ്റ് ഈസ് ദ മാക്സിമം സൗണ്ട് ഇൻറ്റൻസിറ്റി ദാറ്റ് എ ഹ്യൂമൻ ഇയർ ക്യാൻ ടോളറേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഈ ഒരു വലിയ മാത്തമാറ്റിക്കൽ ഫിഗറിനെ നമുക്ക് ഒരിക്കലും ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. അതിനു വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസിലി കൺവിൻസിങ് ആയിട്ടുള്ള, ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഗരിതമിക് സ്കെയിലിലേക്ക് നമ്മളിതിനെ മാറ്റിയതാണ്, വിച്ച് ഈസ് കോൾഡ് ആസ് എ dB സ്കെയിൽ, ഒരു ഡെസിബൽ സ്കെയിൽ. ഇനി താഴത്തെ ചാർട്ട് നമുക്ക് നോക്കാം. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter, intensity of a whispering will be around 30 decibel. Okay, or normal conversation will be around 60 decibel. ഒരു വലിയ ശബ്ദം എന്ന് നമ്മൾ പറയുന്നത് ഈസ് അറൗണ്ട് 90 decibel. മോർ ദാൻ 120 decibel നമുക്ക് ചെവിക്ക് ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്ത് തുടങ്ങും. സോ ദ ഡിസ്കംഫേർട്ട് ഓഫ് ദ ഇയർ വിൽ സ്റ്റാർട്ട് അറ്റ് 120 decibels. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, SI യൂണിറ്റ് ആയ ന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ടായിക്കൊണ്ട് എന്തിനാണ് നമ്മൾ ഡെസിബൽ പോലൊരു സ്കെയിൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൗണ്ട് ലെവൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ മുകളിലുള്ള ചാർട്ടൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, the source threshold of hearing, TOH, threshold of hearing. For the threshold of hearing, threshold is the lowest intensity level that a ear can perceive. Okay, ഒരു ലോവസ്റ്റ് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് 1 × 10⁻⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഒരു 0 എഴുതി ഡോട്ട് ഇട്ട ശേഷം 12 സീറോസ് എഴുതിയതിന് ശേഷം 1 ഇടുന്ന പവറുള്ള വാല്യൂ ആണ് നമ്മളുടെ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളുടെ ത്രെഷോൾഡ് ഓഫ് പെയിൻ, ദാറ്റ് ഈസ് ദ മാക്സിമം സൗണ്ട് ഇൻറ്റൻസിറ്റി ദാറ്റ് എ ഹ്യൂമൻ ഇയർ ക്യാൻ ടോളറേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഈ ഒരു വലിയ മാത്തമാറ്റിക്കൽ ഫിഗറിനെ നമുക്ക് ഒരിക്കലും ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. അതിനു വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസിലി കൺവിൻസിങ് ആയിട്ടുള്ള, ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഗരിതമിക് സ്കെയിലിലേക്ക് നമ്മളിതിനെ മാറ്റിയതാണ്, വിച്ച് ഈസ് കോൾഡ് ആസ് എ dB സ്കെയിൽ, ഒരു ഡെസിബൽ സ്കെയിൽ. ഇനി താഴത്തെ ചാർട്ട് നമുക്ക് നോക്കാം. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter, intensity of a whispering will be around 30 decibel. Okay, or normal conversation will be around 60 decibel. ഒരു വലിയ ശബ്ദം എന്ന് നമ്മൾ പറയുന്നത് ഈസ് അറൗണ്ട് 90 decibel. മോർ ദാൻ 120 decibel നമുക്ക് ചെവിക്ക് ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്ത് തുടങ്ങും. സോ ദ ഡിസ്കംഫേർട്ട് ഓഫ് ദ ഇയർ വിൽ സ്റ്റാർട്ട് അറ്റ് 120 decibels.